ഇന്ന് രാജ്യവ്യാപകമായി ഇന്ത്യൻ തൊഴിലാളി വർഗം പണിമുടക്കുകയാണ്. കഴിഞ്ഞ പണിമുടക്ക് സമരത്തിൽ 25 കോടി തൊഴിലാളികൾ പങ്കെടുത്തു എന്നതാണ് വിവരം. ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ഇന്നലെ രാത്രി 12 മണിക്കാണ് പണിമുടക്ക് സമരം ആരംഭിച്ചത്. ഉച്ചയാകുമ്പോഴേക്കും ഇന്ത്യയിൽ എത്ര തൊഴിലാളികൾ പണിമുടക്കി എന്നുള്ള വിവരം മനസ്സിലാക്കാൻ കഴിയും. 25 കോടിയിൽ പരം തൊഴിലാളികൾ ഈ പണിമുടക്കിൽ പങ്കാളികളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൊഴിൽ സമയം, മിനിമം കൂലി, തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാനാതരത്തിലുള്ള അവകാശങ്ങൾ, ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ലേബർ കോഡ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പണിമുടക്കിൻ്റെ മറ്റൊരു പ്രത്യേകത തൊഴിലാളി വർഗത്തോടൊപ്പം ഇന്ത്യയിലെ കൃഷിക്കാരും പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കൃഷിക്കാർക്ക് സർക്കാർ നൽകിയ ഉറപ്പ് ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാർഷികോൽപ്പന്നങ്ങൾക്കും താങ്ങുവില നിശ്ചയിക്കുമെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടില്ല. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കില്ല എന്ന് ഉറപ്പ് നൽകിയതാണ്. വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഈ പണിമുടക്കിനോടൊപ്പം ചേരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ, സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർ, അധ്യാപകർ എല്ലാവരും ഈ പണിമുടക്കിൻ്റെ ഭാഗമായി മാറുകയാണ്. അങ്ങനെ സാർവത്രികമായ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ് ഈ പണിമുടക്ക്. ഈ പത്രപ്രവർത്തക മേഖലയിൽ വേജ് ബോർഡ് ശുപാർശകൾക്കനുസൃതമായിട്ടാണ് അവരുടെ കൂലിയും മറ്റാനുകൂല്യങ്ങളും നിർണ്ണയിക്കപ്പെടുന്നത്. എന്നാൽ വേജ് ബോർഡ് ശുപാർശകൾ നടത്താൻ കഴിയാത്ത നിലയിൽ പത്രപ്രവർത്തകർ കൂടി ഈ ലേബർ കോഡിൻ്റെ പരിധിക്കകത്ത് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത്തരമൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പണിമുടക്ക് സമരം ഇന്ത്യയിലെ തൊഴിലാളി വർഗം നടത്തുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് വേറിട്ട നിലപാടെടുക്കുന്നു. ആ നിലപാടിൻ്റെ പ്രതീകമാണ് കേരളത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി ഈ തൊഴിലാളികളോടൊപ്പം വന്നു ചേർന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എല്ലാ പാർട്ടികളും ഈ പണിമുടക്കിനോടൊപ്പമാണ്. ഇന്ത്യയിൽ BMS ഒഴിച്ചുള്ള എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ പണിമുടക്കിനോടൊപ്പമാണ്. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി ഈ പണിമുടക്കിന് അനുകൂലമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കേരളമോ? കേരളത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഈ പണിമുടക്കിലൊന്നും പങ്കാളികളാവാതെ, പണിമുടക്കൊരു പ്രശ്നമേ അല്ല, തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ ജാഥ നടത്തുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തീരുമാനിച്ച പ്രചരണ ജാഥ ഈ 12-ാം തീയതി നിർത്തലാക്കി. ഇന്നതാ കോട്ടക്കൽ നിന്നൊരു ദൃശ്യം വന്നിരിക്കുന്നു. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് നേതൃത്വം നൽകുന്ന തൊഴിലാളികളുടെ ഒരു പ്രകടനം നയിച്ചുകൊണ്ട് ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെയാണോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട്? തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് പണിമുടക്ക് സമരം നടന്നു. ആ പണിമുടക്കിൽ കേരളത്തിൽ യോജിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും INTUC-ക്കും STU-വിനും നിർദ്ദേശം നൽകി. ഇന്ത്യയിൽ പണിമുടക്കിൽ അവരുണ്ടെങ്കിലും പണിമുടക്കിന് അടിസ്ഥാനമായ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ യോജിച്ച നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ INTUC-യോ STU-യോ തയ്യാറല്ല. ഇത് തൊഴിലാളി വർഗത്തോടൊപ്പം ആര് എന്ത് നിലപാടെടുക്കുന്നു എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെയും ഇന്ത്യയിലെയും തൊഴിലാളികൾക്ക് അവസരം നൽകുകയാണ്. ഈ പണിമുടക്ക് സമരം ചരിത്ര സംഭവമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പണിമുടക്കുന്ന തൊഴിലാളികൾ നാടിൻ്റെ നാനാഭാഗങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങളും കൂട്ടായ്മകളും സംഘടിപ്പിക്കുകയാണ്. ഇവിടെ ഗവർണറുടെ ലോക് ഭവൻ ഓഫീസിൻ്റെ മുമ്പിലേക്ക് തിരുവനന്തപുരത്തെ തൊഴിലാളികൾ മാർച്ച് ചെയ്യുന്നു. ഈ പണിമുടക്കുമായി സഹകരിക്കുന്ന എല്ലാവരെയും
കേരളത്തിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. ഈ പണിമുടക്ക് സമരം ചരിത്ര വിജയമാക്കാൻ മാധ്യമങ്ങളും ഈ പണിമുടക്കിനോടൊപ്പം ചേരും എന്ന വിശ്വാസത്തോടു കൂടി പണിമുടക്കിലേർപ്പെട്ട എല്ലാ വിഭാഗം ആളുകളെയും ഒരിക്കൽ കൂടി